പെഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചും അതിനുശേഷം ഇന്ത്യ കൈക്കൊണ്ട സൈനിക നടപടിയെക്കുറിച്ചും വിശദീകരിക്കാനുള്ള സംഘങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രിയപ്പെട്ട ശശി തരൂർ നയിക്കുന്ന സംഘമാണ്. അവർ അമേരിക്കയിലാക്കാക്കിയാണ് പോയിട്ടുള്ളത്. അമേരിക്ക കഴിഞ്ഞിട്ട് മറ്റ് ചില രാജ്യങ്ങളിലും കൂടി അവർ സന്ദർശനം നടത്തും. പ്രസിഡൻറ്റ് ട്രംപിനെ നേരിട്ട് കാണാൻ ശ്രമിക്കും. ട്രംപിനെ കണ്ടില്ലെങ്കിൽ വാൻസിനെങ്കിലും കാണും. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്തൊക്കെ ഗുണ്ടായുസമാണ് പാകിസ്ഥാൻ ഇവിടെ കാണിച്ചത്, എത്ര ശക്തമായ തിരിച്ചടിയാണ് നമ്മൾ പാകിസ്ഥാൻ്റെ കരണക്കുറ്റിക്ക് കൊടുത്തത് ഒക്കെ ട്രംപിനെ പറഞ്ഞ് മനസ്സിലാക്കും. ട്രംപിന് ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ പോലും തരൂർ പറഞ്ഞു കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു നിർവൃത്തി ഉണ്ടാകും. ഈ തരൂർ വരുന്ന പ്രമാണിച്ച് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വൈറ്റ് ഹൗസിൽ നിന്ന് മാറ്റി നിർത്താൻ പോകുന്നു എന്നൊക്കെ ചില ആളുകൾ ട്രോൾ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ ആൾക്കാർ അസൂയ കൊണ്ട് പറയുന്നതാണ്. നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ട്രംപ് എന്നെ പോലും മനസ്സിലാക്കി കൊടുക്കാൻ കഴിവും പ്രാപ്തിയുള്ള, ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ഫ്രഞ്ചിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ള ആളാണ് തരൂർ. അദ്ദേഹത്തിൻ്റെ സംഘത്തിൽ വേറെയും മെമ്പർമാരുണ്ട്, മറ്റ് പല പ്രമുഖ വ്യക്തികളുമുണ്ട്. ഇതുകൂടാതെ വേറെ 6 സംഘങ്ങൾ കൂടി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കായിട്ട് പോയിട്ടുണ്ട്. പണ്ട് ഈ രാവണൻ സീതയെ കടത്തിക്കൊണ്ടുപോയപ്പോൾ ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം സുഗ്രീവൻ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വാനരന്മാരെ 4 ദിക്കിലേക്ക് വായിച്ചു. സീതയെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെയാണ് ഇവിടെ ഈ വാനരപ്പടയെ ലോകത്തിൻ്റെ 7 ദിശയിലേക്ക് വായിച്ചിരിക്കുകയാണ്. അവരൊക്കെ പോയിട്ട് ഇന്ത്യയുടെ സന്ദേശം അവിടെ അറിയിക്കും. എന്താണ് പഹൽഗാമിൽ പാകിസ്ഥാൻ ചെയ്തത്, എന്താണ് നമ്മൾ പാകിസ്ഥാന് തിരിച്ചു കൊടുത്തത്, അതിൻ്റെ ഗുണം എത്രയാണ്, ദോഷം എത്രയാണ് എന്ന് മനസ്സിലാക്കും. അപ്പോൾ അതിനുവേണ്ടി സംഘങ്ങൾ പോയിരിക്കുകയാണ്. ഈ തരൂർ പോകുന്നതിനോട് കോൺഗ്രസ് പാർട്ടിയിൽ പലർക്കും വിയോജിപ്പുണ്ടാകും. തരൂർ തന്നെ പോകണം എന്ന നിർബന്ധം ആർക്കും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് പാർട്ടി വേറെ 3-4 പേരുടെ പേരെഴുതി കൊടുത്താണ്, ആനന്ദ് ശർമ്മ മുതൽക്ക്. പക്ഷേ അതൊന്നും കേന്ദ്ര സർക്കാരിന് ബോധ്യമില്ല. കേന്ദ്ര സർക്കാരിന് ബോധ്യമായത് 2 പേരാണ്. ഒന്ന് നമ്മുടെ ശശി തരൂർ, പിന്നെ മനീഷ് തിവാരി എന്ന് പറഞ്ഞാൽ ചണ്ഡീഗഡിൽ നിന്നുള്ളൊരു MP ആണ്. ഈ 2 പേരും കേന്ദ്രത്തിൻ്റെ ക്ഷണം കിട്ടിയപ്പോൾ തന്നെ എന്നാൽ ഇനി അവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേറെ കാര്യമുള്ളൂ, ഇത് രാജ്യ താല്പര്യമാണ് എന്നൊക്കെ പറഞ്ഞു വന്നവരാണ്. പക്ഷേ ഇവർ രാജ്യ താല്പര്യത്തെക്കാൾ പ്രധാനം രാഹുലിൻ്റെ താല്പര്യമാണെന്നുള്ള കാര്യം ഈ മനീഷ് തിവാരിക്കും അറിയില്ല, ശശി തരൂരിനും അറിയില്ല. ഇനി അറിയാമെങ്കിൽ തന്നെ അവരത് അംഗീകരിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഇവിടുത്തെ കുബുദ്ധികൾ പറയുന്നത്, നമ്മുടെ നാട്ടിൽ വൈകുന്നേരം 8 മണിക്ക് ചർച്ചയ്ക്ക് പോകുന്ന ആളുകൾ മിക്കവരും തന്നെ പറയുന്നത് ശശി തരൂർ വൈകാതെ BJPയിലേക്ക് പോകും, മനീഷ് തിവാരിയും പോകും എന്നാണ്. അതല്ലെങ്കിൽ ശശി തരൂരിനെ രാജ്യസഭയുടെ ഉപാധ്യക്ഷനോ അങ്ങനെ ഏതെങ്കിലും വലിയ എടുത്ത പൊങ്ങത്തൊരു പദവി കൊടുത്ത് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ മാനിക്കും എന്നാണ്. എനിക്ക് തോന്നുന്നില്ല ശശി തരൂർ സ്വഭാവേന അങ്ങനെ BJPയിൽ പോകാൻ പറ്റിയ ആളല്ല. അദ്ദേഹത്തിന് സ്വന്തമായൊരു നിലപാട് തറയുണ്ട്. പുള്ളി ഒരു എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്, ചിന്തകനാണ്, മറ്റ് അനിതര സാധാരണമായ പല ഗുണവിശേഷങ്ങളും ഉള്ള ആളാണ്. അദ്ദേഹത്തെ പോലൊരാൾ ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ, ഇനി പഹൽഗാമിനെ ചൊല്ലിയാണെങ്കിലും വേറെ എന്തിനെ ചൊല്ലിയാണെങ്കിലും കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാറാനാണെങ്കിൽ അദ്ദേഹത്തിന് എന്നാ മാറാമായിരുന്നു, 2014 മാറാമായിരുന്നു, അല്ലെങ്കിൽ 19 മാറാമായിരുന്നു, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴെങ്കിലും മാറാമായിരുന്നു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാറാമായിരുന്നു. മാറിയില്ല. അങ്ങനെ ഇതുവരെ മാറാത്ത ശശി തരൂർ ഇനി BJPയിലേക്ക് പോകും എന്തെങ്കിലും നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചക്കത്തൂണ്ടത്തിന് വേണ്ടിയിട്ട് എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹം ഈ ദേശീയ ദുരന്തമുണ്ടായ സമയത്ത് ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വിദേശത്തേക്ക് പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അസഹിഷ്ണുക്കളായ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ തള്ളിപ്പുറത്താക്കുക എന്നൊരു സാഹചര്യമുണ്ട്. അതിന് സാധ്യത കുറവാണ്. കാരണം ഒരിക്കൽ തരൂർ പോകും എന്നുറപ്പിച്ചപ്പോൾ തരൂരിന് മാത്രമല്ല മനീഷ് തിവാരിയും പോകുകയാണെങ്കിൽ പോയിക്കോ എന്ന നിലപാടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിച്ചത്. പിന്നെ ഇപ്പോൾ ഈ ഹൈക്കമാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ തമാശയാണ്. എന്ത് ഹൈക്കമാൻഡ്? ഇപ്പോൾ മിക്കവാറും ലോ കമാൻഡാണ്, പലപ്പോഴും നോ കമാൻഡാണ്. അപ്പോൾ കോൺഗ്രസ് നോ കമാൻഡിന് ഒരു കമാൻഡ് പുറപ്പെടുവിക്കാനുള്ള ത്രാണിയില്ല. ശശി തരൂരിന് വേണമെങ്കിൽ അച്ചടക്കക്കാരുടെ അടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ആർക്കാ നഷ്ടം? തരൂരിന് വല്ല കുഴപ്പമുണ്ടോ? തൊമ്മന് പോയാൽ തൊപ്പിപ്പാളാണ് എന്ന് പറഞ്ഞ പോലെ പുള്ളിയെ നമ്മളത്തിൽ ഈ കോൺഗ്രസ്സിലെ 4 മെമ്പർഷിപ്പ് അത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. അങ്ങനെ D കുര്യാക്കോസിനെ പോലെ, ഹൈബീഡിനെ പോലെയൊക്കെ നീലക്കൊടി പിടിച്ച് KSUവിൽ കൂടി രാഷ്ട്രീയത്തിൽ വന്ന ആളല്ലല്ലോ ശശി തരൂർ. അദ്ദേഹം KSUവിലും ഉണ്ടായിരുന്നില്ല, യൂത്ത് കോൺഗ്രസ്സിലും ഉണ്ടായിരുന്നില്ല, സേവാദളിലും ഉണ്ടായിരുന്നില്ല, മഹിളാ കോൺഗ്രസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പുള്ളിയെ പുറത്താക്കിയിട്ട് പുള്ളിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടപ്പെടുന്ന കോൺഗ്രസ്സിനാണ്. കാരണം തരൂരിനെ പോലെ ഒരു ബുദ്ധിജീവിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ
അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് അത് ഇഷ്ടമാവുകയില്ല. എന്ന് മാത്രമല്ല, ഈ ശശി തരൂർ കേരള മുഖ്യമന്ത്രിയായി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ചില അരാഷ്ട്രീയ ബുദ്ധിജീവികളുണ്ട്. അവരൊക്കെ ഇപ്പോൾ തന്നെ കോൺഗ്രസിന് അനുകൂലമല്ല, ഇതോടെ ഭയങ്കര എതിരാവും. അങ്ങനെയാണെങ്കിൽ മൂന്നാം പിണറായി സർക്കാർ പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തരൂരിനെ പുറത്താക്കുക എന്നുള്ളത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ബുദ്ധിശൂന്യമായൊരു തീരുമാനമായിരിക്കും. പിന്നെ കോൺഗ്രസ്സുകാർ പൊതുവെ ബുദ്ധിയില്ലാത്തവരായതുകൊണ്ട് തെറ്റായ തീരുമാനം എടുക്കാൻ ആ പാർട്ടിക്ക് വലിയ കഴിവുള്ളതുകൊണ്ട് അങ്ങനെ ഒരു കടുങ്കൈ ചെയ്താൽ ഞാൻ അത്ഭുതപ്പെടുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നോർമൽ ടെമ്പറേച്ചർ പ്രഷറിൽ കോൺഗ്രസ്സുകാർ ഇതൊക്കെ ക്ഷമിച്ച് നമ്മുടെ ശശി തരൂരല്ലേ, പുള്ളി ഇത്രയല്ലേ ചെയ്തുള്ളൂ എന്ന് കരുതി പുള്ളിയോട് സഹിച്ച് ക്ഷമിച്ച് അങ്ങനെ സലാമത്താക്കി പോകാനാണ് സാധ്യത എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും ശശി തരൂരിനെ പുറത്താക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നടപടി എടുക്കുക എന്നുള്ളത് അചിന്ത്യമാണ്. പിന്നെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ കമാൻഡ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അത് ലോ കമാൻഡോ അല്ലെങ്കിൽ നോ കമാൻഡോ ആയി തീർന്നതുകൊണ്ടും തരൂർ കോൺഗ്രസിൽ തന്നെ തുടരാനും ആ പാർട്ടി ഇപ്പോഴത്തെ പോലെയൊക്കെ തന്നെ മുന്നോട്ട് നയിക്കാനുമുണ്ട് സാധ്യത എന്ന് തോന്നുന്നു. ഏതായാലും തരൂരിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെ പോയ മറ്റ് ഫൽഗുനന്മാരുടെയും ഒക്കെ ഈ വിദേശ തീർത്ഥയാത്ര വമ്പിച്ച വിജയമായി തീരട്ടെ. പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടട്ടെ. ആ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ ലോകരാഷ്ട്രങ്ങളൊക്കെ പാടി പുകഴ്ത്തട്ടെ. അങ്ങനെ ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുന്നു. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.